ഈ കാണുന്നത് വളരെ മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന സീനിയ ചെടിയാണ്. സീനിയ ചെടി വളരെ മുമ്പ് കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഒരിനം ചെടിയാണ്. പക്ഷേ എങ്കിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറച്ച് അധികം എല്ലാ വീടുകളിലും കാണുന്നില്ല. സാധാരണ വൈൽഡ് വെറൈറ്റി നമുക്ക് കാണാറില്ലായിരുന്നു. ഇതിൻ്റെ പ്രധാനമായിട്ടും അത്യാവശ്യം നല്ല ഹൈറ്റ് വെക്കുന്ന ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈൽഡ് വെറൈറ്റിയാണ്. അതേസമയം ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റികൾ ഒരുപാട് ചെറിയ ചട്ടികളിലായിട്ട് നടാൻ പറ്റിയ പല വർണ്ണങ്ങളിലുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മിക്ക ആളുകളും അത്തരത്തിലുള്ള തൈകൾ വാങ്ങി നമ്മുടെ വീട്ടിൽ നട്ട് പരിപാലിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ അത്രയൊന്നും ഒരു പരിചരണം ഇല്ലാതെ തന്നെ വെറുതെ വിത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുളച്ച് നമുക്ക് ധാരാളം പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ്. ഏതാണ്ട് ഒരു വർഷമൊക്കെ ഒരു ചെടി നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റും. കൂടാതെ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കൾ ഏതാണ്ട് ഒരു 2 മാസത്തിലധികം ഈ പൂക്കൾ ഇതുപോലെ നിൽക്കും. ചെറിയ കുറച്ച് പൂക്കൾ മൂക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇതിൽ തന്നെ നമുക്ക് കാണാം നല്ല ലൈറ്റ് പിങ്ക് കളറിലേക്ക് വരുന്നത് കുറച്ചും കൂടെ മൂപ്പേറിയ പൂക്കളാണ്. അത് പിന്നീട് അതിൻ്റെ പെറ്റൽസ് എല്ലാം ഉണങ്ങി അത് നമുക്ക് പിന്നീട് വിത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നല്ല കട്ട, അതായത് മൾട്ടി പെറ്റലാണ്, അതായത് ഒരുപാട് ദളങ്ങളുള്ള തരത്തിലുള്ള പൂക്കളാണ്. അതേസമയം ഇത് കൂടാതെ സിംഗിൾ പെറ്റലായിട്ടുള്ള പൂക്കൾ നൽകുന്ന ചെടികളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് സിംഗിൾ പെറ്റലായിട്ടുള്ളവയുണ്ട്, മൾട്ടി പെറ്റൽ. ഇതാണ് സിംഗിൾ പെറ്റൽ, ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേതിൽ ഒരുപാട് പെറ്റൽസ്, അതായത് ദളങ്ങളുള്ള പൂക്കളുണ്ടാവും. ഇതൊക്കെ സിംഗിൾ പെറ്റൽസിൽ പെടുന്ന ഒരു ചെടിയാണ്. കൂടാതെ ഇതിൻ്റെ പല വർണ്ണങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. ഇത് നല്ല ഓറഞ്ച് പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ്. നമ്മുടെ അടുത്ത് പ്രധാനമായിട്ട് ഈ 2 കളറാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഇത് കൂടാതെ മഞ്ഞ, വെള്ള തുടങ്ങിയ മറ്റ് ഒരുപാട് കളറിൽ സീനിയ അവൈലബിൾ ആണ്. സീനിയയ്ക്ക് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. പൂമ്പാറ്റകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടി കൂടിയാണ് സീനിയ ചെടി. നമ്മുടെ മുറ്റങ്ങളിലൊക്കെ നമുക്ക് ഒരു വലിയ അധികം വളപ്രയോഗമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മണ്ണിൽ നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ സീനിയ. ആസ്ട്രേസിയ കുടുംബത്തിൽപ്പെട്ട ഈ ഒരു ചെടിയുടെ വിത്ത് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. കൂടാതെ നമുക്ക് മാർക്കറ്റിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ വിത്തുകൾ നമുക്ക് നട്ടാൽ അധികം മുളയ്ക്കാറില്ല. പക്ഷേ ഇതിൻ്റെ വൈൽഡ് വെറൈറ്റി നമുക്ക് വിത്തുകളിൽ നിന്ന് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. നന്നായിട്ട് ഉണങ്ങിയ വിത്തുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇത് ചട്ടികളിൽ നടുന്നതിലും ഉത്തമം മണ്ണിൽ നടുന്നതാണ്. കാരണം ഇതിൻ്റെ നന്നായിട്ട് വേരുണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ടത് അതിൻ്റെ സ്വാഭാവിക ശൈലിയിൽ അത് വളർന്ന് ഒരുപാട് പൂക്കൾ നമുക്ക് ലഭിക്കും. ചട്ടിയിലൊക്കെ നട്ട് നമ്മൾ ഇടയ്ക്ക് നല്ല വെയിലുള്ള സമയങ്ങളിൽ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വാടിപ്പോകാറൊക്കെയുണ്ട്. മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാനിതിൻ്റെ വിത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ച വിത്തുകളാണ് ഇപ്രാവശ്യം ഉപയോഗിച്ചത്. ഇത് ഒരു സ്ഥലത്ത് നമ്മൾ പറിച്ച് മാറ്റിയ ഒരു തൈയാണ്. അത് തൈ ഇപ്പം നേരെയല്ല ഉള്ളത്, ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പം ഇതതിൻ്റെ വേരുകളാണ്. അപ്പം അവിടെ നിന്ന് കുറേ മണ്ണ് ഒലിച്ചു പോയിട്ട് അതിൻ്റെ വേരുകൾ കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് വേരുകൾ ഉണ്ടാവും ഇതിന്. അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ നടുന്നതിന് നല്ലത് മണ്ണിൽ നടുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടി തന്നെ ഇതിൽ ഒരു ലൈൻ ആയിട്ട് പെറ്റൽസ്, അതായത് ദളങ്ങൾ ഒരു ലൈൻ മാത്രം ഉള്ളതുണ്ട്. ഒരേ ചെടിയിൽ തന്നെ ഒരുപാട് ദളങ്ങളുള്ള മൾട്ടി പെറ്റലായിട്ടുള്ള പൂവുമുണ്ട്. ഒരു പ്ലാന്റിൽ തന്നെ 2 രീതിയിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാം. ഇത് ഇടത്തരം വരുന്നത്, അതുപോലെ ഇതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് നമുക്ക് കാണാം. ഇതൊറ്റ ചെടിയാണ്, ആ ചെടിയുടെ പല ബ്രാഞ്ചുകളാണ്. അപ്പോൾ ഈ ഒരു ചെടിയിൽ പലതരത്തിലുള്ള പൂക്കളുണ്ട്. അതായത് ഒരു ലൈനുള്ള സിംഗിൾ പെറ്റലായിട്ടുള്ള ഒറ്റ ലൈൻ പെറ്റലുള്ള പൂക്കളുണ്ട്. അതുപോലെ ഒരുപാട് പെറ്റൽസ് ഉള്ള കട്ടയായിട്ടുള്ള പൂക്കളുമുണ്ട്. ഇത് സിംഗിൾ പെറ്റലാണ്. അതേപോലെ തൊട്ടിപ്പുറം കാണുന്ന ബ്രാഞ്ചിൽ നമുക്ക് കട്ടയായിട്ടുള്ള പൂക്കളും കാണാം. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ 2 തരത്തിലുള്ള പൂക്കളും കാണുന്നുണ്ട്.